Leothas C-identified. Meeting is start to order. C-identified Leothas 2024-2025 കടന്നു വന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വാഗതം ആശംസിച്ച രേഖ ശ്രീകുമാറിന് പ്രത്യേക സ്വാഗതം ആശംസിക്കുന്നു. ലിയോ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ലക്ഷ്മി എസ് കുമാറിന് ഇന്നത്തെ ഏഷ്യാൻ ടെസ്റ്റിലേക്ക് ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ സമയം ഇത്രയും താമസിച്ചത് കൂടുതൽ ധരിപ്പിക്കുന്നില്ല. കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനമുള്ള DG അവർക്ക് പ്രത്യേകം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ കടന്നു നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം നടത്തുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് ബഹുമാനമുള്ള DG ദിൽബഹാർ സാറാണ്. അദ്ദേഹത്തോടുള്ള നന്ദി കടപ്പാട്, അതോടൊപ്പം ക്യാബിനറ്റ് മെമ്പേഴ്സിനും എല്ലാവർക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ നന്ദി ആശംസിച്ചുകൊണ്ട് നല്ല ഒരു ഡൈനസ്റ്റിക് ഇയറും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. റിലേകളുള്ള ഒരു മീറ്റിംഗിന്റെ അവസാന ലാപ്പിലാണ് നാം ഓടുന്നത്. ആദ്യഘട്ടം ഓടാൻ തുടങ്ങിയാൽ വഴിക്ക് നിലയ്ക്കരുത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ലാപ്പിലും മൂന്നാമത്തെ ലാപ്പിലും. എന്നാൽ അവസാന ലാപ്പ് ഓടുന്നതാണ് യഥാർത്ഥത്തിൽ വിജയി. ആ അവസാന ലാപ്പിലേക്കുള്ള അംഗത്തിലാണ് ഡിസ്ട്രിക്ട് 318 2025 ലയൺ വർഷത്തിന്റെ ടീം അംഗങ്ങൾ എല്ലാം. ഈ വർഷം നല്ല കാഴ്ചപ്പാടോടുകൂടിയും നല്ല വീക്ഷണത്തോടും കൂടി വിവിധങ്ങളായ നല്ല പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വിജയിപ്പിച്ച ചരിത്രം നമുക്കുണ്ട്. അതിന്റെ പിന്നിലെ ചാലക ശക്തി ആര് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ലക്ഷ്മി എസ് കുമാർ തന്നെ. വേണ്ട പ്രചോദനം കൊടുക്കുന്നത് അമ്മ തന്നെ, പ്രിൻസിപ്പൽ സെക്രട്ടറി രജിത ശ്രീകുമാർ. കൂട്ടത്തിൽ മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട് 318 പ്രതിദാനം ചെയ്തുകൊണ്ട് വന്ദന രാജേഷ്. പ്രവർത്തനം ഇനിയും ബാക്കിയുണ്ട്. വന്ദന ലിയോ ഫെസ്റ്റ് എന്നത് നമ്മുടെ കലണ്ടർ ഓഫ് ഈവൻസിന്റെ അവസാന ഭാഗത്തിന്റെ ലിയോസിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ദിവസമാണ്. അത് വളരെ സമുചിതമായി ആഘോഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരാളിനെ തിരഞ്ഞെടുത്തിരുന്നു, ലയൺ സ്റ്റീഫൻ. വിവിധ ഉദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ലാത്തതാണ് യഥാർത്ഥത്തിൽ ലിയോ ഫെസ്റ്റ്. ലീഡർഷിപ്പ് എക്സ്പീരിയൻസ് എന്നത് 1954 രൂപീകൃതമാക്കപ്പെട്ടതാണ് ലയൺസ് പ്രസ്ഥാനം. 56 ലയണിസം ഇന്ത്യയിൽ വന്നത്. അതിനു മുൻപ് തന്നെ ലിയോ ക്ലബ്ബുകൾ ഉണ്ടായി എന്നതാണ്. ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ലീഡർഷിപ്പ് തരിക എന്നതും അതിന് വേണ്ട എക്സ്പീരിയൻസ് നൽകുക എന്നതും കൂടിയാണ് ലയണിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിധങ്ങളായ പദ്ധതികളിലൂടെ തന്നെ ലക്ഷ്മി എസ് കുമാർ ഈ വർഷം കുട്ടികളെ പ്രചോദിപ്പിച്ചു എന്നതും അവർക്ക് വേണ്ട നല്ല അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതുമൊക്കെ നമ്മുടെ മുമ്പിൽ വ്യക്തതയായ കാഴ്ചപ്പാടുകളാണ്. പ്രസിഡന്റ് ലക്ഷ്മി എസ് കുമാറിനെ ഞാൻ ഈ അവസരത്തിൽ പ്രശംസിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. പിന്നിൽ നമുക്കറിയാം, രജിത ഉണ്ടെന്നും ശ്രീകുമാർ ഉണ്ടെന്നും സഹോദരി ഉണ്ടെന്നും മറ്റ് അംഗങ്ങൾ സഹോദര തുല്യരായി കാണുന്നുണ്ടെന്നുമുള്ള അതുകൊണ്ടുകൂടി കുട്ടികൾക്ക് അവസരം അവസാനിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നിവിടെ ലിയോ ഫെസ്റ്റ് നമ്മൾ ആരംഭിക്കുന്നത്. നിങ്ങളിലൂടെ ആയിരിക്കണം നാളെ ലയണിസത്തിന്റെ വ്യാപ്തി മറ്റുള്ളവർ മനസ്സിലാക്കാൻ. ഇത് വളരെ സമയോചിതമായി തന്നെ നല്ല ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ലിയോ ഫെസ്റ്റ് സംവിധാനം ചെയ്ത ലയൺ സ്റ്റീഫൻ അദ്ദേഹത്തെ കൂടി പ്രശംസിച്ചുകൊണ്ട് ഇത് നല്ല ഒരു ലക്ഷ്യമാകട്ടെ എന്നും കൂടി അഭ്യർത്ഥിച്ച് ഇത് മീറ്റിംഗ്
ഈ ലിയോ 25 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ സമാഹരിക്കുന്നു. നന്ദി. മികവുറ്റ പ്രവർത്തനത്തിന് ലിയോ ഡിസ്ട്രിക്ട് പ്രസിഡന്റിന് അച്ചീവ്മെന്റ് അവാർഡ് ഇന്റർനാഷണലിൽ നിന്നും എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സമക്ഷം ലക്ഷ്മി എസ് കുമാറിന് ഈ ഒരു അവാർഡിൽ മാത്രം ഒതുങ്ങുന്നതല്ല പ്രവർത്തനം. മികവുറ്റ പ്രവർത്തനത്തിന് ഇനിയുമുണ്ട്, ഉടൻ തന്നെ അതും ഉണ്ടാവും. ഇതാദ്യം കളക്ട് ചെയ്യും. ടീം വർക്ക് വെൻ യു വർക്ക് ടുഗദർ ആസ് എ ടീം. നമ്മൾ അറിയാം ഓരോരോ പോർട്ട്ഫോളിയോസ് അല്ലെങ്കിൽ ഓരോരോ കടമകൾ ഇവിടെ നിർവഹിക്കുകയാണ്. ദാറ്റ് ഇസ് എ ടീം വർക്ക്. അങ്ങനെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ളത് എങ്ങനെ വേണം, അതുപോലെ ടൈം മാനേജ്മെന്റ്, ഹൗ ടു അപ്പോർഷൻ ടൈം ഫോർ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഒരു സൂപ്പർ നല്ല സമൂഹത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിട്ട് കഴിവുള്ളവരായിട്ട് മാറുന്നു. ഇന്നിപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇതിൻ്റെ എല്ലാം പ്രധാന നമ്മുടെ ഗവർണർ സൂചിപ്പിച്ച പോലെ ലക്ഷ്മി എസ് കുമാറാണ് ഇതിൻ്റെ എല്ലാം ഡിസ്ട്രിക്ട് പ്രസിഡന്റ്. നമുക്കറിയാം എല്ലാ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിലും മോളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെയൊക്കെ പല കൾച്ചറൽ പ്രോഗ്രാംസും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇന്നിപ്പം നമ്മളവിടെ ഇരുന്ന് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ എത്ര മനോഹരമായിട്ട് അവരൊന്ന് പറയുന്നത്, എത്ര കോൺഫിഡൻസോടുകൂടിയാണ് പറയുന്നത്. അതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഇതിനകത്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക കഴിവാണ്. അതുപോലെ ഇവിടെ മോഹൻ വന്ന് ഇവിടെ ഫ്ലാഗ് സല്യൂട്ടേഷൻ ചെയ്തു. അത് നല്ല, നമ്മളിപ്പോഴേ 10 വർഷമായി ലയൺസിന് പോലും ഇത് പലപ്പോഴും കാണാതെ പറയാൻ പറ്റുന്നില്ല. മോനോട് വന്ന് യാതൊരു കുഴപ്പമില്ല, നന്നായിട്ട് പറഞ്ഞു ഒരു കയ്യടി കൊടുക്കേണ്ട കാര്യമാണ്. അതിന് കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അടുത്ത റെഫർ ചെയ്യാതെ പറയാൻ പറ്റിയത്. ആ കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്ത് വരുന്നത് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം കിട്ടുന്നതുകൊണ്ടാണ്. അതൊക്കെയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു ഗുണം. അതുപോലെ ഇന്നൊരു ഫെസ്റ്റ് ഇവിടെ നടത്തുക എന്നുള്ളത് ഡോക്ടർ സ്റ്റീഫൻ സാറിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ വർഷം തീരുന്നതിന് മുമ്പ് എന്നെ ഏൽപ്പിച്ചൊരു ചുമതലയാണ്, തീർക്കണം. ഓഫ് കോഴ്സ് കുട്ടികളെ ചില പല സമയത്ത് കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും നിങ്ങളെ ഇത്രയും പേരൊക്കെ ഇവിടെ സംഘടിപ്പിച്ച് വളരെ നല്ല രീതിയിൽ ആണ് ഇത് ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ ചെയ്ത ബഹുമാനായ ലയൻ ഡോക്ടർ JW സ്റ്റീഫൻ അവരുടെയും ഇത്തരത്തിൽ ഞാൻ ആദ്യമായിട്ട് അനുമോദിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തിക്കുന്ന രജിത മാഡമൊക്കെ ഇന്നിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ വളരെ പണ്ഡിതപ്രജ്ഞയായ ഒരാൾ, പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള ഒരാൾ പറയുന്ന പോലെ അതും ഇതിൽ കൂടെ കിട്ടിയിട്ടാണ് എനിക്ക് അറിഞ്ഞുകൂടാം. ഏതായാലും നന്നായിട്ട് സംസാരിക്കാനൊക്കെ എല്ലാവരും പഠിക്കും. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഇനി മുന്നോട്ട് പോകട്ടെ. മാക്സിമം കുട്ടികളെ ചേർത്തുകൊണ്ട് ഇത് വേണ്ട രീതിയിൽ കൊണ്ടുപോകണം. ഞാനൊരു ചെറിയ ക്വിസ് പ്രോഗ്രാം പിന്നെ ചെയ്യാം. അതിന് കുറേ ക്വസ്റ്റ്യൻസ് 10-25 ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. കൂടുതൽ ലീവായിട്ട് ബന്ധപ്പെട്ടതാണ്. ചുമ്മാ നിങ്ങളുടെ ഒരു ബ്രഷപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അറിവ് ഇതിനെപ്പറ്റിയുള്ള എന്താണെന്ന് നോക്കാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനുള്ള നന്ദിയും എല്ലാവരോടും രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ഫെസ്റ്റ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.
Thank you.